അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടുനൽകില്ല എന്ന് അപ്പോളോ ആശുപത്രി അധികൃതർ നിലപാടെടുത്തത് ഏറെ വേദനയുളവാക്കുന്നു. ചികിത്സാ ചെലവ് മുഴുവനായി അടയ്ക്കാതെ മൃതദേഹം നൽകാനാകില്ല എന്നാണ് ആശുപത്രിയുടെ നിലപാട്. ലെനിൻ രാജേന്ദ്രന്റെ ചികിത്സയ്ക്കായി 72 ലക്ഷം രൂപ ചെലവ് വന്നതായാണ് അപ്പോളോ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി ഉറപ്പു നൽകിയാൽ മൃതദേഹം വിട്ടുനൽകാമെന്ന് അധികൃതർ പറയുന്നു. ആശയക്കുഴപ്പം പരിഹരിക്കാൻ നോർക്ക ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. തിങ്കളാഴ്ച രാത്രി 9 കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ സഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. പണം നൽകുന്നത് സംബന്ധിച്ച് കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന്റെ ഉറപ്പ് നൽകുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനൊപ്പം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫിഫ്കയും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പണം അടച്ച ശേഷം മാത്രമേ ഇന്ന് ഉച്ചയോടെ മൃതദേഹം വിട്ടുകിട്ടുകയുള്ളൂ. തിരുവനന്തപുരം ഊരൂട്ടമ്പലത്താണ് ലെനിൻ രാജേന്ദ്രന്റെ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. ചില്ലുമതിൽ മകരമഞ്ഞ് വരെയുള്ള മികച്ച ചലച്ചിത്രങ്ങളിലൂടെ മലയാള ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഇടം സൃഷ്ടിച്ച ലെനിൻ രാജേന്ദ്രന്റെ വേർപാട് 67-ാം വയസ്സിലാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ജീവിതത്തെയും സംഗീതത്തെയും ആവിഷ്കരിച്ച സ്വാതി തിരുനാൾ എന്ന ചിത്രത്തോടുകൂടി ലെനിൻ രാജേന്ദ്രനെ മലയാളികളുടെ പ്രിയപ്പെട്ടവനാക്കി. 1981-ൽ വേനലായിരുന്നു ആദ്യ ചിത്രം. പിന്നീട് ചില്ല്, പ്രേംനസീറിനെ കാണുവാനില്ല, മീനമാസത്തിലെ സൂര്യൻ, പുരാവൃത്തം, വചനം, ദൈവത്തിന്റെ വികൃതികൾ, കുലം, മഴ തുടങ്ങി നിരവധി മികച്ച ചിത്രങ്ങൾ. 1981-ൽ പുറത്തിറങ്ങിയ വേനലാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടത്തെ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ കാണുകയായിരുന്നു. ദൈവത്തിന്റെ വികൃതികൾ മുകുന്ദന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. കമലാസുരയ്യയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ അടിസ്ഥാനമാക്കി സംവിധാനം ചെയ്ത ചിത്രമായ മഴ വളരെയേറെ പ്രേക്ഷക പ്രീതി നേടി. ജനപ്രിയമായ സിനിമാ രീതികളെയും താരങ്ങളെയും ഉപയോഗപ്പെടുത്തുമ്പോഴും വിപണിയുടെ പ്രലോഭനങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ നേടി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. തിരുവനന്തപുരം സ്വദേശിയായ ലെനിൻ രാജേന്ദ്രൻ കുറച്ചു നാളുകളായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഡോക്ടർ രമണി, മക്കൾ ഡോക്ടർ പാർവതി, ഗൗതമൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.